തോമച്ച അത് തന്നെയല്ല. ഫൈനലി ഇവന്മാരെല്ലാം വെരിഫൈ ചെയ്തിട്ട് വേറൊരുത്തനായിരിക്കും ഡിബേറ്റിൻ്റെ അന്ന് വരുന്നത്. ഡിബേറ്റ് നടത്തി കഴിയുമ്പോൾ ഇവന്മാർ പറയും നിങ്ങളെ ഞാൻ ഊമ്പിച്ചില്ലേ എന്ന് പറയും. കാരണം ഇവന്മാർക്ക് അത്രയ്ക്കുള്ള മൊറാലിറ്റിയേ ഉള്ളൂ. അത് ഓർത്തോണം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ക്രിസ്തീയ സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പം കത്തോലിക്കരായിട്ട് ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അന്ത്യോക്യൻ റൈറ്റ് ഉപയോഗിക്കുന്ന സുറിയാനി സഭയിലെ പിതാക്കന്മാർ വരെ ഈ പറയുന്ന ആളുടെ പേരെടുത്ത് പറയാതെ ഈ ആർഗ്യുമെന്റിനെ വിമർശിക്കുന്ന വീഡിയോസൊക്കെ അതും ഇറങ്ങിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ ദൈവം വേറേത്, പുതിയ നിയമത്തിലെ ദൈവം വേറേത്, ഇങ്ങനെയൊക്കെയുള്ള അതിനകത്ത് ദയവായിട്ട് വീണു പോകരുത്. നമ്മൾ വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണ്. വൃത്തിയോട് പറയരുത്, വൃത്തിയോട് കാണിക്കുകയും ചെയ്യരുത്. കാണിച്ചാൽ എന്റെ സഭയിലെ തിരുമേനിയാണെങ്കിലും കോളർ പിടിച്ചിരിക്കും ഞാൻ. മനസ്സിലായോ? വലിച്ചു കെട്ടിയതിന് പുറത്ത് അവിടെ നിർത്തണവരെ. അതല്ലാതെ യഹോവ ട്രൈബൽ ഗോഡാണ്, അത് വേറൊരു ദൈവമാണ്, ക്രൂരനായ ദൈവമാണെന്നുള്ള ചർച്ചകൾക്ക് നമ്മൾ ദയവായിട്ട് വഴിപ്പെടരുത്. അത് 2-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ മാഴ്സിയോണിസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഭാഷാണ്ഡോപദേശമാണ്. അതിനകത്ത് നമ്മൾ വഴിപ്പെടരുത്. കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും പ്രമാണങ്ങളില് യഹോവ പിന്നെ നമ്മുടെ ഏക ദൈവമാണ്, അതായത് പിതാപുത്ര പരിശുദ്ധാത്മാവായ ഏക ദൈവമാണെന്നുള്ളതിന് കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും പ്രമാണങ്ങൾ അസന്നിഗ്ധമായിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഞാൻ POC ബൈബിൾ നോക്കുമ്പോഴും യഹോവ എന്നോ യാഹ്വ എന്നൊരു വാക്കുകൂടെ കാണുന്നില്ല. എല്ലാം കർത്താവ് എന്നാണ് പറയുന്നത്. അതേസമയം ബൈബിൾ പറയുന്നു ദൈവത്തിന് വെളിപ്പെടുത്തപ്പെട്ട പേര് യഹോവയാണെന്ന്. എന്തുകൊണ്ടാണ് ഈ പേര് ഉപയോഗിക്കാത്തത്? അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ വാക്ക് ബൈബിളിൽ കാണുന്നില്ല? POC ബൈബിളിൽ വിവർത്തനം ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് കുറേയേറെ ചർച്ച ചെയ്തതാണ് എന്തു വേണം, നമ്മൾ ഈ പേര് ഉപയോഗിക്കണമോ അതോ കർത്താവ് എന്ന് ഉപയോഗിക്കണമോ. ദൈവത്തോടുള്ള വലിയ ആദരവ് മൂലം പേര് ഒരിക്കലും ഉച്ചരിക്കാറില്ല. ആ പേര് 4 അക്ഷരങ്ങളാണ്. യ ഹ വ ഹ 4 അക്ഷരങ്ങൾ. അത് കാണുമ്പോൾ അവർ ആദോനായി എന്നാണ് പറയുക, എൻ്റെ കർത്താവ്. ആരാണ് എനിക്ക് ദൈവം? യാഹ്വേൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് പ്രപഞ്ച സൃഷ്ടി മുതൽ 2ാമത്തെ വരവ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കാണുന്ന മുഴുവനും ദൈവത്തിൻ്റെ തന്നെ സ്വയം വെളിപ്പെടുത്തലാണ്, നിർവചനമല്ല. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേരുകൂടി മനസ്സിലുണ്ട് എന്ന് ഓർക്കുക. പക്ഷേ അത് ഉച്ചരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, ദൈവത്തോടുള്ള വലിയ ആദരവും ഭക്തിയും. എന്നെ കാണുമ്പോ കുരു പൊട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഐ ഡോണ്ട് കെയർ. അല്ല, താങ്കളെ കാണുമ്പോ കുരു പൊട്ടാൻ താങ്കളാരാ ഇവിടുത്തെ? ഗോവിന്ദ് തിങ്കളാഴ്ച റൂം ഇടുന്നു, ഞാൻ വരുന്നു, ഇടയ്ക്ക് ഒരു മോഡറേറ്ററും കാണുന്നു, നമുക്ക് 5 മിനിറ്റ് സംസാരിക്കാം. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. താങ്കൾക്ക് ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് താങ്കൾ 25 വർഷം പെന്തക്കോസ്തിൽ പോയി കിടന്നത്, മനസ്സിലായോ? അതുകൊണ്ട് താങ്കൾ ഇപ്പൊ ഈ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. എന്റെ പൊന്നു സഹോദര, താങ്കൾ മിണ്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് പോയി തരത്തി പോയി കളിക്കണ. അദ്ദേഹം പിന്നെ തിങ്കളാഴ്ച റൂമിട് വന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം 25 വർഷം പെന്തക്കോസ്തിലായിരുന്ന ഒരു സഹോദരനാണ്. ഓക്കെ, അദ്ദേഹത്തിന് കൃത്യമായിട്ടും സത്യസഭയുടെ വിശ്വാസം എന്താണെന്ന് ബോധ്യം വരാത്തതുകൊണ്ടാണ് അദ്ദേഹം 25 വർഷം പെന്തക്കോസ്തിൽ പോയിട്ട് ആ വിശ്വാസം നിന്നിരുന്നത്. അദ്ദേഹം പെന്തക്കോസ്തിൽ പോയി പെന്തക്കോസ്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും സത്യസഭയുടെ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്ത സമയത്തും കൃത്യമായിട്ടും സഭയുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന വ്യക്തികളാണ് ഞങ്ങളെ പോലുള്ള ഓരോ വ്യക്തികളും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സഭയുടെ വിശ്വാസത്തിൽ യാതൊരു ഭംഗമോ കോട്ടമോ വന്നിട്ടില്ല. അതിൻ്റെ അകത്ത് യാതൊരു കുറവും വന്നിട്ടില്ല. ആ കാര്യത്തിൽ കൃത്യതയും വ്യക്തതയും ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതേപോലുള്ള ഒരാളെ, അതായത് കുറെ കാലം മറ്റൊരു വിശ്വാസത്തിലായി
ആ ഒരു രീതിയിൽ ജീവിച്ച ഒരാളെ പറയുന്നത് നമുക്ക് മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടും അത് പഠിപ്പിക്കാനായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും പിതാക്കന്മാരുടെ എഴുത്തുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരൊറ്റ കാര്യം നമ്മളെ സംബന്ധിച്ച്, അതായത് നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്നും പറയുന്നതെന്നുള്ള കാര്യം. ആ വിശ്വാസം അനുസരിച്ചിട്ട് പഴയ നിയമത്തിലെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവം തന്നെയാണ്. അത് യഹൂദന്മാരുടെ മാത്രം ദൈവമോ അല്ലെ അക്ഷരയുടെ ഭർത്താവായിട്ടുള്ള ദൈവമോ അങ്ങനെയുള്ള ദൈവമൊന്നും അല്ല. നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പഴയ നിയമത്തില് YHWH എന്ന പേരില് നാമത്തില് വെളിപ്പെട്ട ദൈവത്തെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അതുകൊണ്ട് തന്നെ സുറിയാനി പാരമ്പര്യത്തിന്റെ പുസ്തകാവകാശം എല്ലാം കൂടെ ഞങ്ങളുടെ തലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിബു പീഡിയക്കിലോ അല്ലെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളോ എടുത്ത് അത് തലയിലേക്ക് സ്വന്തമായിട്ട് എടുത്ത് ചാർത്തണ്ട. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഈ 9 കാര്യങ്ങൾ ഷിബു പീഡിയക്കിലും അദ്ദേഹത്തിന്റെ ഗ്ലോറിയസ് ഗോസ്പലും പഠിപ്പിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഒന്നാമത്തത്, നിത്യനരകമില്ല. 2, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും വ്യത്യസ്തരാണ്. 3, മോശയ്ക്ക് വെളിപ്പെട്ട YHWH എന്ന ദൈവം അത്യുന്നതനായ ദൈവത്തിന്റെ ദൈവസഭയിലെ ഒരു കുട്ടി ദൈവം മാത്രമാണ്, ശിവൻ, രാമൻ എന്നൊക്കെയുള്ള ദൈവങ്ങളെ പോലെ. 4, YHWH ഒരു ഗോത്രദൈവമാണ്, പിശാചാണ്, പിശാചിനേക്കാൾ ക്രൂരനും ധാർമ്മികത ഇല്ലാത്തവനും യുദ്ധക്കൊതിയനുമാണ്. 5, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ പിതാവായ ദൈവവും വ്യത്യസ്തരാണ്. 6, മനുഷ്യരക്ഷയ്ക്ക് കുരിശുമരണം ആവശ്യമില്ല, കുരിശിലെ ബലി ആവശ്യമില്ല, കുരിശിൽ ദൈവസ്നേഹം വെളിപ്പെട്ടു എന്നല്ലാതെ ബലി, പാപപരിഹാരം, രക്ഷ എന്നൊന്നും നടന്നിട്ടില്ല. 7, ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല. 8, അവസാന നാളുകളിൽ സഭ കടന്നു പോകേണ്ടി വരുന്ന മഹാപീഡനം, അന്തിക്രിസ്തു എന്നിവയില്ല. 9, സഭ ശപിച്ചു തള്ളിയ യൂണിവേഴ്സൽ സാൽവേഷൻ ആണ് ശരി. ഇത്രയും കാര്യങ്ങളാണ് ജിജിയുടെ വിശ്വാസവും കത്തോലിക്ക വിശ്വാസവും തമ്മിലുള്ള 9 പോയിന്റാണ്. ഇതിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വായിച്ചതിൽ ക്രിസ്തുവിന്റെ ലോകത്തിന്റെ പാപപരിഹാരത്തിന് ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ ഹെറസിയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ കടക്കിൽ കത്തി വെക്കുന്ന ഒരു വലിയ ഹെറസിയാണത്. അത് പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് അപ്പസ്തോലിക സഭയുടെ ഭാഗമായി ശ്രമിക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതിന് ഏത് PDAക്കൾ എന്നല്ല, ഏത് വലിയ ആളാണെങ്കിലും സഭയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംസാരിച്ചിരിക്കും. അതിന്റെ അകത്ത് യാതൊരു ദാക്ഷിണ്യം ആരും വിചാരിക്കുന്നു. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ.